മൈ ചാനൽ. എൻ്റെ പേര് സംഗീത. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹെയർ കെയറിനെ കുറിച്ചിട്ടാണ്. അപ്പൊ മുടിക്ക് വരുന്ന ഏറ്റവും ഒരു വലിയ പ്രശ്നമാണ്, എല്ലാവർക്കും ഉണ്ടാവും മുടി കൊഴിയുക എന്നുള്ളൊരു കാര്യം. മുടി കൊഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. മുടി കൊഴിച്ചിലിന് പല കാരണങ്ങളുണ്ട്. അസുഖ സംബന്ധമായിട്ട് നമുക്ക് മുടി കൊഴിയാം. ചില അസുഖങ്ങൾ, ഇപ്പൊ പനി വന്നാൽ വരെ നമുക്ക് ധാരാളം മുടി കൊഴിയും. അതല്ലാതെ അതിന് നമ്മൾ അതിൻ്റെതായ ട്രീറ്റ്മെന്റ് എടുക്കണം. പിന്നെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് മുടി കൊഴിയാം. ഈ മഴക്കാലത്ത് ധാരാളം മുടി കൊഴിയും. അത് ആ സീസൺ കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. പിന്നെയുള്ളത്, നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മുടി കൊഴിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ പരമാവധി പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെയുള്ളതാണ് വെള്ളം മാറി കുളിക്കുക. വേറെ സ്ഥലത്ത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വെള്ളം അല്ലാതെ വേറെ സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ കുളിക്കുമ്പോൾ മുടി കൊഴിയാനുള്ള സാധ്യതകൾ വളരെ. അപ്പൊ ഇതൊക്കെ മുടി കൊഴിച്ചിലിനുള്ള ഓരോ കാരണങ്ങളാണ്. പിന്നെ ഇതല്ലാത്ത കാരണങ്ങളും ചിലപ്പോൾ ഉണ്ടാകും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. പോഷകക്കുറവ് വളരെ വലിയൊരു കാര്യമാണ്. നമുക്ക് പോഷകക്കുറവുണ്ടെങ്കിൽ എന്തായാലും മുടി കൊഴിയും. പിന്നെ ഇനി എങ്ങനെയൊക്കെ മുടി നമുക്ക് കെയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ മുടി എങ്ങനെ എണ്ണ തേച്ച് കുളിക്കണം. നമ്മൾ എന്നൊന്നും എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസം എങ്ങാനും നമ്മൾ നന്നായിട്ട് തലയോട്ടിയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്തിട്ട് നന്നായിട്ട് ഷാമ്പൂ ഇട്ടിട്ട് അത് കഴുകി കളയണം. തലയോട്ടിയിൽ എണ്ണ ഇരിക്കാൻ പാടില്ല. അത് കഴിഞ്ഞാൽ നല്ലൊരു കണ്ടീഷണർ ഇട്ടിട്ട് മുടി കഴുകിയതിന് ശേഷം ഷാമ്പൂ ഇട്ടതിന് ശേഷം നമ്മൾ മുടി കണ്ടീഷൻ ചെയ്യണം. അപ്പൊ ഷാമ്പൂ ഇടുമ്പോൾ ഒരു അര കപ്പ് വെള്ളത്തിൽ കുറച്ച് ഷാമ്പൂ കലക്കിയിട്ട് അത് ഒഴിച്ചിട്ട്, നമ്മുടെ ആവശ്യത്തിനുള്ള ഷാമ്പൂ കലക്കിയിട്ട് അത് മുടിയിൽ ഒഴിച്ച് നന്നായി മസാജ് ചെയ്ത് മുടി അറ്റം വരെ മസാജ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ ഇടുമ്പോൾ കുറച്ച് കണ്ടീഷണർ നമ്മുടെ കയ്യിലിട്ടിട്ട് നന്നായി കൈ മസാജ് ചെയ്യും. അതിനുശേഷം മുടിയിൽ നിന്ന് ഒരു 2 ഇഞ്ച് വിട്ടിട്ട് മുടിയിൽ മാത്രമേ നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. തലയോട്ടിയിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഡ്രൈ ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ഹെയർ സിറംസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ മുടിക്ക് നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും. അപ്പോൾ ഒതുങ്ങി കിടക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രീക്സ് എന്ന് പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡാണ്. ഇത് വളരെ നല്ലൊരു സിറമാണ്. പാർലറിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് നല്ല സിറംസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള നല്ലൊരു സിറമാണെങ്കിൽ അത് നനഞ്ഞ മുടിയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് സിറം അപ്ലൈ ചെയ്തതിന് ശേഷം മുടി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇനി തല കുളിക്കുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മൾ എന്നും തല കുളിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസം എങ്ങാനും 3 പ്രാവശ്യം എങ്ങാനും തല കഴുകിയാൽ മതി. അതുപോലെ തന്നെ പുറത്തേക്ക് പോകുമ്പോൾ നനഞ്ഞ മുടിയായിട്ട് പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുടി നനഞ്ഞതാകുമ്പോൾ ഈ പൊടിയൊക്കെ പറ്റി പിടിച്ചിട്ട് മുടിക്ക് ഒരുപാട് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പരമാവധി മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ധാരാളം മുടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് കാച്ചി എണ്ണ തേക്കുന്നത്. കാച്ചി എണ്ണ തേക്കുന്നത് എപ്പോഴും നല്ലതൊക്കെ തന്നെയാണ്, മുടി വളരുകയും ചെയ്യും. പക്ഷെ നമ്മൾ അതിലൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം കാച്ചിയ അതേ മൂപ്പിൽ തന്നെ ആയിരിക്കണം രണ്ടാമത്തെ പ്രാവശ്യം കാച്ചുന്നത്. ചിലപ്പോൾ നമ്മളിപ്പോൾ വാങ്ങി ഉപയോഗിക്കുന്ന ബോട്ടിലൊക്കെ ആകുമ്പോൾ ആദ്യത്തെ ഒരു ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് എഫക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബോട്ടിലാകുമ്പോൾ ഈ എണ്ണയുടെ മൂപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ മുടി കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് ഗുണത്തിന് പകരം ദോഷമായിരിക്കും. പിന്നെ അതുപോലെയുള്ള ഒരു വലിയ പ്രശ്നമാണ് ഡാൻഡ്രഫ് ഒട്ടുമിക്കവർക്കും ഉണ്ടാകും. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഒത്തിരി ഒരു ലെവൽ വിട്ട് ഒരുപാട് ഡാൻഡ്രഫ് കാണുകയാണ്, അത് ഷോൾഡറിലേക്കൊക്കെ വീഴുന്ന പോലത്തെ ഒരു സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുടി സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുടിയുടെ ഓരോ ചേഞ്ച് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്കവർക്ക് ഈ ഫ്രണ്ട് സൈഡിലായിരിക്കും ഡാൻഡ്രഫ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതിലെ വെള്ളപ്പൊടി പോലെയൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ വ്യത്യാസം നമ്മൾ ഈ ഇങ്ങനെ തൊലി അടർന്ന പോലെ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെയാകുമ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ ഈ ആര്യവേപ്പിന്റെ വെള്ളമില്ലേ, ആര്യവേപ്പിന്റെ ഇല ഒരു 4-5 ബ്രാഞ്ചൊക്കെ പൊട്ടിച്ചിട്ട് ചില്ല ഉണ്ടാവില്ല, അങ്ങനെ പൊട്ടിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കണം. ഇപ്പൊ വൈകുന്നേരം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിരുന്ന് ആറി പിറ്റേ ദിവസം കാലത്ത് നമുക്കത് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ തല കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ മുടി കഴുകാനായിട്ട്. അങ്ങനെ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യമോ ഒക്കെ ചെയ്യണം. അപ്പോൾ ഒരു പരിധി വരെ ഡാൻഡ്രഫ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അതിനല്ലാതെ വേറെ നമുക്ക് ഡോക്ടറെ കണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ മെത്തേഡ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മുടി കൊഴിയുന്നതിന് വേറെ ഒരു വഴി എന്താന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിനീരും സമം വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്തൊരു കോട്ടൺ സ്വാബ് നോക്കിയിട്ട്
ഈ മുടി വഴഞ്ഞിട്ട് ഓരോ ഇടയിലും നമ്മൾ ഈ മിശ്രിതം ഇങ്ങനെ ആക്കി കൊടുക്കാം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് പുതിയ മുടി കിളിർത്ത് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതും ഞാൻ ചെയ്ത് നോക്കാറുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിത് പുതിയ പുതിയ മുടികൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുഞ്ഞു മുടികൾ വേഗത്തിൽ വരാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും മുടിയുടെ തുമ്പൊന്ന് വെട്ടിക്കൊടുക്കണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യാം. അപ്പോൾ മുടിയുടെ തിക്നെസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഓരോ പ്രാവശ്യം വെട്ടുന്തോറും മുടിക്ക് കുറച്ച് ബലം കൂടി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ നമ്മൾ ഇടയ്ക്ക് മുടിയുടെ തുമ്പ് പിടിച്ച് നോക്കണം. ഇങ്ങനെ തുമ്പ് എടുത്തിട്ട് അറ്റത്തുനിന്ന് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അറ്റം പിളരുന്ന പോലെ കാണും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ ആ പിളരുന്നതിന്റെ തൊട്ടും മുകൾഭാഗം വെച്ചിട്ട് നമ്മൾ ആ മുടി വെട്ടിക്കൊടുക്കണം. അതിപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. എന്നിട്ട് ഇങ്ങനെ മുടി പിളർന്ന പോലെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു കത്രി എടുത്തിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് വെട്ടിക്കളയണം. അതുപോലെ തന്നെ മുടി വെട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ തുമ്പ് വെട്ടാന്ന് പറഞ്ഞില്ലേ, തുമ്പ് വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതങ്ങനെ വെറുതെ ഇടരുത്. അപ്പം തന്നെ നമ്മൾ കയ്യിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ കുറച്ച് വെളിച്ചെണ്ണയോ അതല്ലാച്ചാൽ കുറച്ച് നാളികേരപ്പാലോ എടുത്തിട്ട് ഈ വെട്ടിയ മുടി, നമ്മുടെ മുടി വെട്ടിക്കഴിഞ്ഞ വഴിക്ക് തന്നെ ഈ മുടിയുടെ അറ്റം നമ്മൾ ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നല്ല പച്ചവെള്ളത്തിൽ മുടി നന്നായി, ആ തുമ്പ് മാത്രം ചെയ്താൽ മതി, ഒന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ അറ്റം പിളരാനുള്ള സാധ്യത വളരെ വളരെ കുറയും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുടിയിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത് എപ്പോഴും മുടിക്ക് ദോഷേ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ മുടി കഴുകുന്നത് വരെ ഷാമ്പൂവിന് പകരം താളി ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഒത്തിരി ഹെയർ സ്പ്രേസ് ഒക്കെ യൂസ് ചെയ്യില്ലേ, ഇപ്പൊ മുടി ഓരോ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ വരെ മുടി ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കാതിരിക്കാനായിട്ട് പലരും ഹെയർ സ്പ്രേ യൂസ് ചെയ്യും. അതുപോലത്തെ ഹെയർ സ്പ്രേ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് മുടിക്ക് ദോഷേ ചെയ്യുള്ളൂ. വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിൽ ആൽക്കഹോൾ കണ്ടന്റ്സ് ഉള്ള കാരണം അത് മുടിനെ ഡാമേജ് ആക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹെയർ സിറംസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യരുത്. അതുപോലെ അയൺ ചെയ്യില്ലേ മുടി, അത് മുടിക്ക് ദോഷം ചെയ്യും. വല്ലപ്പോഴും 1-2 പ്രാവശ്യം ഒന്നും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്ഥിരമായിട്ട് ചെയ്യുന്നതൊക്കെ മുടിക്ക് ദോഷമാണ്. അതുപോലെ തന്നെയാണ് മുടി കളർ ചെയ്യുക, സ്ട്രെയിറ്റ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ചെയ്യുന്നത് മുടിക്ക് ദോഷമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. കാരണം അതിന് ശേഷം കറക്റ്റായിട്ട് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് എടുക്കണം. അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്താൽ തന്നെ പലർക്കും മുടി കൊഴിയലും മുടി പൊട്ടിപ്പോവുക അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും തലയോട്ടിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. വെറുതെ ജസ്റ്റ് കൈയിന്റെ തുമ്പ് വെച്ചിട്ട് തലയോട്ടിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് മുടിക്ക് വളരെ നല്ലതാണ്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാലോ. ഒരു അരമണിക്കൂർ എപ്പോഴെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴോ TV കാണുമ്പോഴോ ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ കൈ മുടിയുടെ ഉള്ളിൽ കടത്തിയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് മുടിക്ക് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, രാത്രി കിടക്കാൻ പോണതിന് മുമ്പ് നമ്മൾ മുടി നന്നായി ചിക്ക് കോർത്തിട്ട് ചെട തീർത്തിട്ട് നമ്മൾ ചീർപ്പ് വെച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് മുടി അഴിച്ചിട്ട് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലരൊക്കെ രാത്രി മുടി നമ്മളിവിടെ ഇങ്ങനെ കെട്ടി വെച്ച് കണ്ടിട്ടുണ്ട്. അത് മുടിക്ക് അത്ര നല്ലതല്ല. കിടന്ന് ഉറങ്ങാൻ പോകുന്ന നേരത്ത് മുടി നന്നായിട്ട് ഈരിയതിനു ശേഷം അഴിച്ചിട്ട് കിടക്കുന്നതാണ് നല്ലത്. അതുപോലെ മുടിക്ക് ഉണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ് മുടിക്കായ എന്നൊക്കെ പറയുന്നത്. നനഞ്ഞ മുടി നമ്മൾ ഒരിക്കലും കെട്ടി വെക്കാണ്ടിരിക്കുക. അങ്ങനെ നനഞ്ഞ മുടി കെട്ടി വെക്കുമ്പോഴാണ് അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ പരമാവധി പുറത്തേക്ക് പോകുമ്പോൾ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി കെട്ടി വെച്ചിട്ട് പോവുക. ഈ മുടിക്കായൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ മുകൾ ഭാഗം വെച്ച് വെട്ടി കളയാനാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അത് അവിടെ വെച്ച് പൊട്ടി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ പരമാവധി അങ്ങനെയൊക്കെ വരാണ്ടിരിക്കാൻ നോക്കാം. അപ്പൊ മുടി എപ്പോഴും ഉണങ്ങിയ മുടി മാത്രം കെട്ടി വെക്കാൻ നോക്കാം. പിന്നെ മുടി ഉള്ളു കുറവുള്ളവര് ഹെയർ വോളിമൈസേഷൻ ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് മുടിക്ക് ദോഷമായിട്ട് തന്നെയാണ് വരിക. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഹെയർ വോളിമൈസേഷൻസ് ഒക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫ്രണ്ടിൽ മുടി കുറവുള്ളവർക്കാണെങ്കിൽ ഒന്നുകിൽ മുമ്പിൽ മുടി വെട്ടിയിടാം. ഇനിയിപ്പോ വെട്ടിയിടാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പുറത്തേക്കൊക്കെ പോകുമ്പോഴാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി ഒരു ലെയറായി എടുത്തിട്ട് ഇപ്പൊ ഈ ഫ്രണ്ടിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങനെ ലെയറാക്കി എടുത്തിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക. കോംബ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ മതി. ഈ ഭാഗം നമുക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കും. അതുപോലെ നമുക്ക് ഓരോ ലെയറും കുറച്ച് ലെയറാക്കി എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കോംബ് ചെയ്ത് കൊടുക്കുക, ഉള്ളിലേക്ക്, മുകളിൽ നിന്ന് താഴത്തേക്ക്. എന്നിട്ട് നമ്മളിതിങ്ങനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ വശം ഇങ്ങനെ പൊങ്ങിയിരുന്നോളും. അതിനുശേഷം നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നിട്ട് കൈ കൊണ്ട് ഇതിനെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൈ കൊണ്ട് കടത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പതുക്കെ മുടീനെ ഇങ്ങനെ ഒറ്റയൊറ്റയാക്കി എടുത്തിട്ട് വേണം ചീർപ്പിട്ടിട്ട് ഇടാനായിട്ട്. നമ്മളിങ്ങനെ ആകുമ്പോൾ ഈ ഒരു ലെയർ മുടി ഇങ്ങനെ ചുരുങ്ങിയിരിക്കുക ചെയ്യുക. അപ്പോഴാണ് ഈ മുടി ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആ ചുരുങ്ങിയ മുടീനെ വിടർത്താനായിട്ട് ചീർപ്പ് വെച്ചിട്ട് ഈരരുത്.
ആദ്യമേ തന്നെ ചീർപ്പ് ചീരിയ മുടി പൊട്ടിപ്പോയില്ലേ. അപ്പൊ നമ്മൾ കൈ കൊണ്ട് പതുക്കെ കടത്തിയിട്ട് ഇങ്ങനെ വിടർത്തിയതിന് ശേഷം നമ്മൾ ചീർപ്പ് വെച്ചിട്ട് ഇടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മുടി പിന്നി ഇടുന്നവർക്കാണെങ്കിൽ ഒന്നുകിൽ ഫിഷ് ബോൺ സ്റ്റൈലൊക്കെ കിട്ടുകയാണെങ്കിൽ അതിങ്ങനെ വലിച്ച് മുടി ഉള്ള പോലെ നമുക്ക് മുടി ഇപ്പൊ വെറുതെ പിന്നാണെങ്കിലും പിന്നി കഴിഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മുടി കുറച്ചും കൂടി ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിമ്പിൾ ട്രിക്സ് വെച്ചിട്ട് നമുക്ക് വോളിമൈസ് ചെയ്ത് മുടിക്ക് ഉള്ളു കൂടുതൽ തോന്നിപ്പിക്കാം. അതല്ലാതെ നമ്മൾ പാർലറിൽ പോയിട്ടൊക്കെ ചെയ്യുമ്പോൾ മുടി ഡാമേജ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഹെയർ കെയർ ടിപ്സ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ആർക്കെങ്കിലുമൊക്കെ എന്തായാലും അത് ഈ എൻ്റെ ഇന്ന് പറഞ്ഞ ടിപ്സൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്